ശരിക്കും പലരും നമ്മളോട് ചോദിക്കുന്നൊരു കാര്യമായിരുന്നു, ഈ കഫി കൊണ്ട് നമുക്ക് വേറെ എന്തെങ്കിലും പ്രൊഡക്ട്സ് ഉണ്ടാക്കാൻ പറ്റുമെന്ന്. ശരിക്കും ഞാൻ കുക്കീസ് ഷേക്സ് ഒക്കെ ഉണ്ടാക്കാമെങ്കിലും നമ്മളെല്ലാവരോടും പറയുന്നുണ്ട് കുക്കീസ് നമുക്ക് ഷേക്സ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റും, പക്ഷെ ആരും അതിന് ശ്രമിച്ചിട്ടില്ല. അതിൻ്റെ ഇടയിലാണ് നമുക്ക് തിരുവനന്തപുരം ബേസ്ഡ് ആയിട്ടുള്ളൊരു ജാസ്മിൻ എന്ന് പറഞ്ഞൊരു മാം ഞങ്ങളുടെ കഫി യൂസ് ചെയ്തിട്ട് കുക്കീസ് ഉണ്ടാക്കി. അത് നല്ല രീതിയിൽ അവർ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കണ്ടപ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷം തോന്നി. കാരണം ഞങ്ങളുടെ പ്രൊഡക്റ്റ് മേടിച്ച് അവർ കുക്കീസ് ഉണ്ടാക്കുക, അതുപോലെ തന്നെ അവർ വേറെ പ്രൊഡക്ട്സുകളും ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലെ കുക്കീസിൻ്റെ വീഡിയോസും ഞാനിവിടെ കൊടുക്കാം, നിങ്ങളൊന്ന് കണ്ടു നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റിൽ കോഫി ഫ്ലേവറിൽ ചെയ്തെടുക്കുന്ന ഒരു ബട്ടർ കുക്കീസിന്റെ റെസിപ്പിയാണ്. എളുപ്പത്തിൽ ഗ്യാസ് സ്റ്റോപ്പിൽ സെറ്റ് ചെയ്യാം കേട്ടോ, ഓവനോ ബീറ്ററോ ഒന്നും ആവശ്യമില്ല. അപ്പൊ ഇതിലേക്ക് നമുക്ക് ബട്ടർ ഒരു 100 ഗ്രാം അളവിൽ അൺസാൾട്ടഡ് ബട്ടർ എടുക്കണം കേട്ടോ. അപ്പൊ നമുക്ക് റൂം ടെമ്പറേച്ചറിലുള്ളത് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ, ഫ്രിഡ്ജിൽ നിന്ന് നേരിട്ട് ആ ഒരു തണുപ്പോടുകൂടി എടുക്കരുത് കേട്ടോ. അപ്പൊ എന്നിട്ട് ഇനി നമ്മൾ നല്ലപോലെ ഒന്നുകൂടി സോഫ്റ്റ് ആക്കി എടുക്കുന്നുണ്ട്. ഇതുപോലെ ഒന്ന് വിസ്ക് വെച്ചിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്തെടുത്താൽ മതിയേ. ഇനി ഇതിലേക്ക് പൊടിച്ച പഞ്ചസാരയും കുറച്ച് വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പൊ പഞ്ചസാര ഒരു 8 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. നല്ലപോലെ ഒന്നുകൂടി വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മൈദ ചേർത്ത് കൊടുക്കാം. ഇവിടെ 1 കപ്പ് അളവില് മൈദയും കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. കൈ വെച്ചൊന്ന് കുഴച്ചെടുത്താലും മതി കേട്ടോ. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിനായിട്ട് ഞാനിവിടെ കോഫി പൗഡർ 1 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ എടുക്കുന്നത് കഫിയുടെ കോഫി പൗഡർ ആണ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റും ഫ്ലേവറും ഒക്കെയാണ്. മാത്രമല്ല നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള ഗോതമ്പ്, ഉലുവ, ജീരകം, ഏലക്ക എല്ലാം ചേർത്തുണ്ടാക്കുന്ന ഒരു പെർഫെക്റ്റ് കോഫി മിക്സും കൂടിയാണ് കേട്ടോ ഇത്. അപ്പൊ കഫിയുടെ കോഫി പൗഡർ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ നാച്ചുറൽ സ്ട്രെങ്തനിങ്ങും അതുപോലെ ഇമ്മ്യൂണിറ്റി ഒക്കെ കൂട്ടാൻ പറ്റും. അതുപോലെ തന്നെ നല്ല എനർജറ്റിക് ആക്കുന്നത്, റിഫ്രഷും ആക്കുന്നതാണ്. അപ്പൊ ഇതിൽ ഒത്തിരി ആന്റി ഓക്സിഡന്റ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നമ്മുടെ ഇമ്മ്യൂണിറ്റി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഡയബറ്റിക് ഫ്രണ്ട്ലി ആണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ യൂസ് ചെയ്യാനും പറ്റും. നമ്മുടെ മിക്സ് ഒന്നും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചെറിയ ബോൾസ് ആക്കി ഒന്ന് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ ആ ഒരു കുക്കീസിന്റെ ഷേപ്പിലേക്ക് ഇതുപോലെ ഒന്ന് എടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ ഫോർക്ക് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഷേപ്പ് കിട്ടാൻ വേണ്ടി മാത്രം ഒന്ന് കൊടുക്കുന്നതാണ്. ഇനി സെന്ററിലേക്ക് എന്തെങ്കിലും സീഡ്സോ നട്ട്സോ കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഗ്യാസ് സ്റ്റോപ്പിലാണ് ചെയ്യുന്നത്. ഒരു 10 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ നല്ലപോലെ പാൻ ഒന്ന് ചൂടാക്കി എടുക്കാം. അതിലേക്ക് നമുക്ക് ഈ ഒരു കുക്കീസിന്റെ ആ ഒരു മിക്സ് കൊടുക്കാം കേട്ടോ. എന്നിട്ട് മൂടി വെച്ചതിന് ശേഷം പിന്നെ മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഒരു 25-30 മിനിറ്റ് ടൈം എടുക്കും കേട്ടോ, നല്ലപോലെ ഒന്ന് ബേക്കായി കിട്ടാനായിട്ട്. അടിപൊളിയായിട്ട് നമ്മുടെ കുക്കീസ് വന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ.